നമസ്കാരം, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. അത് മറ്റൊന്നുമല്ല, സ്പിരിച്വൽ ഈഗോ. ഒരു പക്ഷേ ഈഗോ എല്ലാവർക്കും ഫെമിലിയറാണ്, പക്ഷേ സ്പിരിച്വൽ ഈഗോ കുറച്ച് പേർക്ക് അറിയാമായിരിക്കാം. വേറെ ആംഗിളിൽ നോക്കുവാണെങ്കിൽ നോർമൽ ഈഗോയേക്കാൾ ഏറ്റവും അപകടകരമാണ് സ്പിരിച്വൽ ഈഗോ എന്ന് പറയുന്നത്. നോർമൽ ഈഗോ ഉണ്ടാകുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് കാര്യങ്ങളൊന്നും വലിയ ധാരണയില്ലാത്തതിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ പെരിഫറലായിട്ടുള്ള ലൈഫ് കണ്ടിട്ടുള്ള തീരുമാനങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്ന ഈഗോ അല്ലേ. അവിടെ ഒരു അജ്ഞതയുടെ ഒരു ഫാക്ടർ കിടപ്പുണ്ട്. അപ്പോൾ അജ്ഞതയുടെ ഫാക്ടർ കിടപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കൊച്ചുകുട്ടി 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്നൊരു കൊച്ചുകുട്ടി ഒരു തെറ്റ് ചെയ്തു. അത് അപ്പോൾ അതിൻ്റെ പേരൻസിന് അറിയാം, ഓക്കെ, അതിനത്രയ്ക്കുള്ള ഇതല്ലേ ഉള്ളൂ, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അതിന് അറിവില്ലായ്മ കൊണ്ട് പറ്റുന്നതാണ്. അപ്പോൾ തെറ്റ് പറ്റും, അത് ഇറ്റ്സ് ഓക്കെ എന്ന് നമുക്ക് വെക്കാം. പക്ഷെ ഒരു 10-30 വയസ്സായിട്ടും തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ 10-30 വയസ്സിനുള്ളിൽ കറക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് തരത്തിലുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടും ഈ തെറ്റ് ചെയ്യുമ്പോൾ അത് ഒരിക്കലും പേരൻസ് അങ്ങനെ ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ പറയുന്നത് ഇൻ സെൻസ് അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടും. പേരൻസ് കൊടുത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുക്കും എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പോൾ അവിടെ ജസ്റ്റിഫിക്കേഷൻ ഒന്നുമില്ല. മീൻസ് അപ്പോഴും ഈഗോ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളെ കാർന്ന് കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വൈറസ് ആണെന്ന് നമുക്ക് വേണം പറയാം. കാരണം സ്പിരിച്വൽ ഈഗോയ്ക്കകത്ത് എല്ലാവരും ഇപ്പം എന്തെങ്കിലും ഒരു ഭക്തിയോ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്ന റെഗുലറായിട്ട് അമ്പലത്തിൽ പോകുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന വ്യക്തി, അതല്ലെങ്കിൽ കുറച്ച് സത്സംഗങ്ങൾ കേൾക്കുന്നൊരു വ്യക്തിയാണെന്നിരിക്കട്ടെ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള താല്പര്യമുള്ള വ്യക്തി, ഒരുപാട് ഗുരുക്കന്മാരുടെ അടുത്ത് പോകുന്ന വ്യക്തി, അല്ലെങ്കിൽ ദീക്ഷ കിട്ടിയ വ്യക്തി, ദീക്ഷ കൊടുക്കുന്ന വ്യക്തി, അങ്ങനെ പല രീതിയിൽ സ്പിരിച്വൽ വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്കും ഞാൻ സ്പിരിച്വലാണ്. ഓക്കെ, സ്പിരിച്വലിന് തന്നെ ഒരുപാട് ലെയേഴ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. നിങ്ങളിതിലേക്ക് അറിയാം, നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ നിൽക്കുന്നത്, 1ാം ക്ലാസ്സിലാണോ 10ാം ക്ലാസ്സിലാണോ PG ക്ലാസ്സിലാണോ എന്നൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 1ാം ക്ലാസ്സിൽ നിൽക്കുന്ന വ്യക്തിയുടെ ജാട ഒരു പക്ഷേ ഈ PhD ക്ലാസ്സിൽ നിൽക്കുന്നവന് ഒട്ടും ഉണ്ടാവില്ല, ഒരു ജാട പോലും ഉണ്ടാവില്ല. ഞാൻ സ്പിരിച്വൽ ആണ് എന്ന് പറയാൻ പോലും ഒരു പക്ഷേ പറയില്ല. ദേ ഡോണ്ട് എക്സ്പ്രസ് ഇറ്റ്. അവർ മൗനം, മിണ്ടാണ്ടിരിക്കത്തേ ഉള്ളൂ. അതാണ് ഈ പറയുന്ന രമണ മഹർഷി ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല മഹർഷിമാരും മൗനമാണ് പാലിക്കുന്നത്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള മഹാഗുരുക്കന്മാർക്ക് അറിയാം, ഓക്കെ, വാട്ട് ഈസ് ഹാപ്പനിങ്, അല്ല എന്താണ് സംഗതി എന്നുള്ളത്. അപ്പോൾ നേരെ മറിച്ച് ഒരു ജസ്റ്റ് എൻ്റർ ആയേക്കുന്ന ഒരു വ്യക്തി, വളരെ ലിമിറ്റഡ് നോളേജ് മാത്രം മനസ്സിലായി, ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ ഒരു കടുകുമണിയേക്കാൾ ഏറ്റവും കുഞ്ഞിതായിട്ടുള്ള ഒരു തലച്ചോറ് കൊണ്ടു കിടക്കുന്ന ഒരു വ്യക്തി, പ്രപഞ്ചത്തിലെ എല്ലാ രഹസ്യങ്ങളും എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ ആ വ്യക്തിക്കൊന്നും അറിയില്ല, അയാൾ പോകുന്ന വഴി തെറ്റാണ്, ഇങ്ങനെ വേണം പോകാൻ, ഈ വഴി കൂടെ വേണം പോകാൻ എന്ന് ബലം പിടിക്കും തോറും നമുക്ക് മനസ്സിലാക്കാം അവർക്ക് സ്പിരിച്വൽ ഈഗോയാണുള്ളത്, അവർ സ്പിരിച്വൽ അല്ല. കാരണം അവിടെ കർമ്മ കയറി കളിക്കുന്ന ഈ കർമ്മ, ഞാൻ പറഞ്ഞു, അപകടകാരിയാണ്. കർമ്മ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കർമ്മ ഫോളോ ചെയ്യുന്നത്, ഇപ്പോൾ സ്പിരിച്വൽ ഈഗോ ഉള്ള വ്യക്തിയും ഫോളോ ചെയ്യുന്നത് സൊസൈറ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും. അപ്പോഴും വേറെ ആരൊക്കെയോ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന റൂളിനനുസരിച്ചാണ് സ്പിരിച്വാലിറ്റിയെയും അവർ കാണുന്നത്. അപ്പം പറയുമ്പോൾ എന്താണ്, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ മാംസങ്ങൾ കഴിക്കാതിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിത്യവും കുളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ അവർ ശരിയല്ല, ഇവർ ശരിയല്ല, അവർ മറ്റേതാണ്, അവരിങ്ങനത്തെയാണ്, അവരിങ്ങനെയാണ് പറയുന്നത്, മറ്റേതാണെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം, ഇത് ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവുമല്ലോ, അവർ മിസ്ലീഡ് ചെയ്യപ്പെടും. കാരണം അവർക്ക് ഓക്കെ, ഒരു ഗ്രൂപ്പ് ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങൾ എന്നെ കേൾക്കുന്നു, ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ഞാൻ ഇവിടെ പലപ്പോഴും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് തട്ടിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം അംഗീകരിച്ചാൽ മതി. ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിൽ പറയും നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കൊന്നും വേണ്ട.
കാരണം നിങ്ങൾ വിശ്വസിച്ചിട്ടല്ലല്ലോ പല കാര്യങ്ങളും സംഭവിക്കുന്നത്, വിശ്വസിക്കാതെയും പലതും സംഭവിക്കുന്നുണ്ട്. അപ്പം അതെന്താണ് അതിൻ്റെ സീക്രട്ട്? നമ്മുടെ എനർജിയിലുള്ള വേരിയേഷൻസോട് സംഭവിക്കുന്നതാണ്. അത് ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം സസൂക്ഷ്മം ചിന്തിച്ച് മാത്രം മനസ്സിലാക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. അന്നേരം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ആർക്കും പിടിച്ചു കിട്ടി ഓടിയൊന്നുമില്ല. പക്ഷേ പ്രശ്നം ഈ സ്പിരിച്വൽ ഈഗോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന തെറ്റാണ്, ഇവർ പറയുന്ന തെറ്റാണ്. അപ്പം നമ്മൾ ഈ തെറ്റ് മാത്രമേ കാണത്തുള്ളൂ. കാരണം നമ്മളൊരു വഴി പോകുന്നതാണ് ശരി. ഒരു ഏരിയയിലേക്ക് പോകാൻ ഒരുപാട് വഴികളുണ്ടാവും. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഓക്കെ, എനിക്ക് ഇത്തവണ ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്കൊരു 1000 കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്കിത് ഇല്ലയെന്ന് വെക്കാം. മീൻസ് അതുണ്ടാക്കിയിട്ട് നമ്മളില്ലയെന്ന് വെക്കുമ്പോഴാണ് ഹീറോയിസം. അങ്ങനെ ഒരു സാധനം നമുക്കില്ല, പക്ഷെ ഉള്ളവൻ അതുണ്ടാക്കിയെന്ന് പറയുന്ന അതിനെ കുറ്റം പറയുന്നത് ഹീറോയിസമാണോ? അല്ല. എനിക്കത് വേണ്ട, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരിക്കലും ഹീറോയിസം അല്ല. അത് നമ്മുടെ അജ്ഞതയും അല്ലെങ്കിൽ അറ്റ് ദ സെയിം ടൈം നമുക്കത് നമ്മുടെ കഴിവില്ലായ്മയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുക. കാരണം ഓരോ സോളും ഇങ്ങോട്ട് വന്നേക്കുന്നത് 1000 കോടി ഉണ്ടാക്കാനല്ല. അതിന് ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ചില ആൾക്കാർക്ക് ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കാം അവരുടെ പർപ്പസ്. അല്ലാണ്ട് അവർക്ക് വലിയ ജോലി ചെയ്യണമെന്നോ കുടുംബത്തോ അങ്ങനെയുള്ള പർപ്പസ് ഒന്നും അവർക്ക് ഉണ്ടാവണമെന്നില്ല. ചില ആൾക്കാർക്ക് ഭക്ഷണം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കണമെന്നുള്ളതായിരിക്കും പർപ്പസ്. അയാളുടെ ഈ ജന്മത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. അയാൾ 1000 കോടിക്ക് വേണ്ടി പോകേണ്ട കാര്യമില്ല. അയാൾക്ക് മറ്റ് തരത്തിൽ അയാളുടെ പർപ്പസ് കറക്റ്റായിട്ട് അയാൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, അതിനൊരു പരാതിയില്ലാതെ പരിഭവമില്ലാതെ സന്തോഷത്തോടെ ചെയ്യുന്നൊരു പ്രവൃത്തിയാണെങ്കിൽ അയാളിലേക്ക് അയാൾക്ക് വേണ്ടതിനപ്പുറം നല്ലത് സംഭവിക്കും. അത് പിടിച്ചു വാങ്ങേണ്ട കാര്യമില്ല. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ സോളിന് വേണ്ട ഒരു തരത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഫ്രിക്ഷൻസ് ഒന്നും അനുഭവിക്കേണ്ടി വരത്തില്ലെന്നാണ് എൻ്റെ അനുഭവം. നേരെ മറിച്ച് നമ്മൾ മൈൻഡിന് വേണ്ട ഒരു സംഗതി സാറ്റിസ്ഫൈ ചെയ്യാനാണ് കൊടുത്തെങ്കിൽ കണ്ടമാനം ഫ്രിക്ഷൻസ് സംഭവിക്കും. അതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇതാണ് ഞാനീ പറയണം. അപ്പോൾ മൈൻഡിന് വേണ്ടതാണോ സോളിന് വേണ്ടതാണോ എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള തലത്തിലേക്ക് നമ്മുടെ ബ്രെയിൻ പവർ ഹെയർ ആവണം. നമ്മുടെ ബ്രെയിൻ പവർ ഹെയർ ആക്കാനാണ് ഈ പറയുന്ന സകലമാന പ്രാക്ടീസുകളും സ്പിരിച്വൽ പ്രാക്ടീസുകളും സൈക്കോളജിക്കൽ പ്രാക്ടീസുകളും എല്ലാം നമ്മൾ ചെയ്യുന്നത്. കാരണം ബ്രെയിൻ എന്ന് പറയുന്ന ഒരു കാണാൻ കഴിയുന്ന ഡിവൈസിനപ്പുറത്തേക്ക് അതിനൊരുപാട് അർത്ഥതലങ്ങളുണ്ട്. സ്പിരിച്വലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതൊന്നും നമുക്കെല്ലാം ഒന്നും മനസ്സിലാകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇപ്പം എല്ലാവരും അറിയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അറിയാം. അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പോയെങ്കിൽ തന്നെ പലർക്കും പല വലിയ വലിയ അച്ചീവ്മെൻറ്റ്സിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഈ ബേസിക് ആയിട്ട് പോകേണ്ട കാര്യത്തിലേക്ക് പോലും നമ്മളുടെ ഈഗോ കയറി കളിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഈഗോയേക്കാൾ അപകടകരമാണ് സ്പിരിച്വൽ ഈഗോ. അപ്പോൾ സ്പിരിച്വൽ ഈഗോ ഉണ്ടാകുന്ന പ്രശ്നം, ഒരു വ്യക്തി അയാൾ സ്വയം വലിയവനാണെന്ന് വിചാരിക്കും. ഇപ്പം ഒരാൾ പറയുകയാണ് നിങ്ങൾ സ്പിരിച്വലി ഹൈ ആണെന്ന് പറഞ്ഞാൽ നമുക്കെങ്ങനെ പറയാൻ പറ്റും? നമുക്കെങ്ങനെ അളക്കാൻ പറ്റും? ഇതിൻ്റെ അളവുകോൽ എന്താണ്? ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യുന്നു, ഇതിപ്പം ഞാൻ പർപ്പസ്ഫുള്ളി അങ്ങനെയല്ല. നമ്മൾ വേറെ ഏതോ ശക്തി നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അത് ഒരു മെജോറിറ്റി ആൾക്കാർ ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അവരുടെ ലൈഫിൽ സംഭവിച്ചേക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു ബുക്ക് വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സത്സംഗം കേട്ടിട്ടോ നമ്മൾ അത് ഏറ്റു പറയുന്നതല്ല. നമ്മളുടെ രീതി, നമ്മൾ അന്നും ഇന്നും ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി എന്താണ്? എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് മനസ്സിലാക്കിയേക്കുന്ന കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്തപ്പോഴത്തേക്കും പബ്ലിക്കിന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം അതിൻ്റെ ഓരോ റൂട്ട് കോസ് ഓരോ കാലഘട്ടം നിങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ വീഡിയോയുടെ ഗ്രാഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷം കഴിയുന്നതോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുമ്പോഴാണ് പലരും പറയും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ഞാൻ വീഡിയോ തയ്യാറാക്കുന്നത് ഒരു കണ്ടിന്യൂസ് ഫോർമാറ്റിലാണ്. അപ്പോൾ ഞാൻ പുതിയൊരു കാര്യം പറയുന്ന പോലെ ആവില്ല. കാരണം എൻ്റെ എല്ലാ വീഡിയോയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. അത് എനിക്ക് പറയുന്ന എളുപ്പത്തിന് വേണ്ടി പറയുന്നത്. കാരണം അത് പ്രീവിയസ് വീഡിയോ കണ്ട വ്യക്തിക്ക് ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഈ സ്പിരിച്വൽ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സംഭവമാണ്. സ്പിരിച്വാലിറ്റി നമുക്കെല്ലാം തികഞ്ഞു എന്നുള്ള ഒരു മനോഭാവം ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്കൊന്നും അറിയത്തില്ല, ഓരോന്നും
മനസ്സിലാക്കുന്നതും അറിയില്ല എന്ന് പറയുന്നൊരു മനോഭാവത്തിലേക്ക് വരികയും, ശരി അപ്പം നമ്മൾ പറയും, അപ്പം നമുക്ക് എന്ത് ആധികാരികതയുണ്ട്? നിങ്ങൾ അനുഭവം നോക്കുക. നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയും നിങ്ങളുടെ ഉണ്ടായിരിക്കുന്ന അനുഭവം തമ്മിൽ തട്ടിച്ച് നോക്കുക. ഇതിലേതാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന അനുഭവമാണ്. എപ്പോഴും പറയുന്ന കാര്യം, അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. അപ്പം അനുഭവത്തെ മനസ്സിലാക്കുക, അതിലൂടെ നമ്മുടെ അജ്ഞത മാറ്റാം. അപ്പം എല്ലാവർക്കും നല്ല കർമ്മയാവണമെന്നില്ല. എല്ലാവർക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാതെ, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ പലരും പറയുന്നു കുറേ നാമം ജപിക്കുക അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മ കുറയും. അപ്പോഴും എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ആ കർമ്മയിലേക്ക് പോകാൻ കഴിയാതെ വന്നു. അതായത് നിങ്ങൾ ക്ലെൻസ് ചെയ്യേണ്ട എക്സ് ഓർ വൈ ഏതോ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ കർമ്മ കാരണം നിങ്ങൾ ആ സിറ്റുവേഷൻ ക്ലെൻസ് ചെയ്തെങ്കിലേ നിങ്ങൾക്ക് അടുത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ കർമ്മ അത്ര സ്ട്രോങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അജ്ഞതരല്ലായിരുന്നു, നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, അജ്ഞതയിൽ നിൽക്കുമായിരുന്നു. അപ്പം നിങ്ങൾ ഈ പറയുന്ന നാമജപങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പം നിങ്ങൾ ആ കർമ്മ ചെയ്യാനുള്ള മനസ്സും ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാവുകയും ഫലമായിട്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യേണ്ട കർമ്മ ചെയ്യാനുള്ള സാഹചര്യം വരികയും ചെയ്യും. പക്ഷെ എന്താ പ്രശ്നം? നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന സിലബസിന് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് ഇത് കർമ്മയെങ്കിൽ നമ്മൾ നിരുപാധികം തള്ളിക്കളയും. അല്ലാണ്ട് മന്ത്രം ജപിക്കുന്നതോ മന്ത്രം കേൾക്കുന്നതോ തെറ്റാണെന്നല്ല പറഞ്ഞു വരുന്നത്. ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മളുടെ കർമ്മ എന്തോ ആ കർമ്മ ചെയ്യാനുള്ള ഒരു മനസ്സും ധൈര്യവും അതിലേക്ക് ഇറങ്ങാനുള്ളൊരു ഒരു മീൻസ് അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി സസന്തോഷം ചെയ്യാനുള്ള ഒരു മനസ്സാണ് ഉണ്ടാകുന്നത്. അല്ലാതെ നിങ്ങൾ കുറേ വഴിപാട് കഴിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തു വെച്ചേക്കുന്ന ഒരു സാധനം കട്ടായി പോകുന്നൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കുറേ പേര് പ്രാർത്ഥിച്ചുകൊണ്ടോ അതില്ല. നിങ്ങൾക്കിതെല്ലാം സംഭവിക്കുന്നത് നിങ്ങളുടെ ചക്രകൾ നേരെയാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, ഞാൻ എന്ത് ചെയ്യേണ്ടായിരുന്നു എന്നുള്ളത്. ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യും. അതിനിപ്പോൾ ആര് എതിർ നിന്നാലും നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യമില്ലാതെ നമ്മളെ തന്നെ കാർന്ന് തിന്നുന്ന ഒരു വൈറസായ സ്പിരിച്വൽ ഈഗോ ഇല്ലാതെ എനിക്കെല്ലാം മനസ്സിലായി, എനിക്കെല്ലാം അറിയാം, വീട് ഇന്ന് തൊട്ട് എനിക്കൊന്നും അറിയില്ല, എങ്ങനെയാകാം എന്നൊരു മൈൻഡ് സെറ്റ്. ഓക്കെ, അങ്ങനെ സംഭവിക്കാം അല്ലേ? അപ്പോൾ എൻ്റെ ലൈഫായിട്ട് തട്ടിച്ച് നോക്കുന്നുണ്ടോ? എൻ്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിങ്ങനെയാകാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വലിയ പരിക്കുകളില്ലാതെ പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇത് കൂടുതൽ രൂക്ഷമാകും. കാരണം ഓരോരുത്തരും സ്പിരിച്വാലിറ്റി കാണുന്ന ഓരോ ആംഗിളിലാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നത്തിങ് ബട്ട് നിങ്ങളെ തിരിച്ചറിയാന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഒരു സ്പിരിച്വൽ സിലബസ് ആരോ തയ്യാറാക്കിയിരിക്കുന്ന ഒരു സിലബസിനനുസരിച്ച് മാത്രമാണ് സ്പിരിച്വാലിറ്റിയെ കാണുന്നതെങ്കിൽ അവിടെ നമുക്കൊന്നും പറയാനില്ല. അൾട്ടിമേറ്റ്ലി സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ദ റൈറ്റ് നോളജ് അബൌട്ട് യുവർ സോൾ, യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സെന്താണ്, നിങ്ങളെന്താണ്, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, അത്രേ ഉള്ളൂ. അത് വേറെ ആൾ ചെയ്യേണ്ട ആവശ്യം വരുത്തില്ലായിരിക്കും. വേറെ ആൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട. വേറെ ആളുടെ കർമ്മം എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്കില്ലാത്തൊരു സാധനം നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്കുള്ളതും അവർ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്തിനാ ചെയ്യുന്നത് എന്ന് പറയാനാണെങ്കിൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ സെൻസ് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.